ഇലക്ഷനിൽ ബി.ജെ.പിയും സി.പി.എമ്മുമായി ഒരു ഡീൽ ഉണ്ടെന്ന് പറയുന്ന വി.ഡി. സതീശൻ 2 തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിനായി ആർ.എസ്.എസ് നേതാക്കളെ സമീപിച്ചിരുന്നെന്ന് പറയുകയാണ് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ആർ.വി. ബാബു. 2001-ലെയും 2006-ലെയും ഇലക്ഷനിലാണ് വി.ഡി. സതീശൻ ആർ.എസ്.എസ് നേതാക്കളെ സമീപിച്ചത്. 1996-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സതീശൻ തോൽക്കുകയാണ് ചെയ്തത്. 2001-ൽ വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സതീശൻ ആർ.എസ്.എസ് നേതാക്കളെ കണ്ടത്. അന്ന് കോൺഗ്രസിന് ആർ.എസ്.എസിനോട് ഇന്ന് കാണുന്ന തരത്തിലുള്ള വിരോധം ഉണ്ടായിരുന്നില്ലെന്നും ആർ.വി. ബാബു പറയും. 2006-ൽ ഗോൾവാർക്കറുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സതീശൻ പങ്കെടുത്ത ചിത്രമാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്നും മുൻപ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്ന ഘട്ടത്തിൽ താൻ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നും ആർ.വി. ബാബു പറയുന്നു. അന്ന് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നൊരു പച്ചക്കള്ളമാണ് സതീശൻ പറഞ്ഞതെന്നും ആർ.വി. ബാബു ചൂണ്ടിക്കാട്ടി. 2006-ൽ ആ പരിപാടിയിൽ പങ്കെടുത്ത പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രമുഖ പത്രപ്രവർത്തകൻ പി. രാജൻ 16 വർഷത്തോളം ആർ.എസ്.എസ് പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുള്ള തന്റെ സഹോദരൻ കൂടിയായ ആർ.വി. ജയകുമാർ അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. അന്ന് മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന പേരിൽ ഒരു സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. ആ ചിത്രം സതീശൻ നിരാകരിച്ചാൽ പിന്നെ എന്താണ് നിരാകരിക്കാൻ പറ്റാത്തതെന്ന് ആർ.വി. ബാബു ചോദിക്കുന്നു. അത് ഫേക്ക് ചിത്രമാണെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണമായിരുന്നു. താൻ സതീശനെ വെല്ലുവിളിച്ചതാണ്. സതീശന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആർ.വി. ബാബു കൂട്ടിച്ചേർത്തു. ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ സതീശനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡീൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണ് വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീൽ ആയിരുന്നെന്ന് സതീശൻ വ്യക്തമാക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഈ പരിപാടിയെപ്പറ്റി ചോദിക്കുമ്പോൾ 2013-ലെ മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്ഥിരമായി രക്ഷപ്പെടുകയാണ് സതീശൻ. 2006-ലെ ഗോൾവാർക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ വി.ഡി. സതീശന്റെ മറുപടി എന്താണെന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിരുന്നു. ആർ.എസ്.എസിന്റെ 2ാം സർസംഘ ചാലകും ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആളുമായ ഗോൾവാർക്കറെ പൂവിട്ട് പൂജിക്കാൻ വി.ഡി. സതീശൻ കണ്ടെത്തിയ സമയവും പ്രധാനമാണ്. 2006 ഫെബ്രുവരിയിലായിരുന്നു പറവൂർ മനക്കപ്പടി സ്കൂളിൽ പ്രസ്തുത പരിപാടി നടന്നത്. അതായത് നിയമസഭാ ഇലക്ഷന്റെ തൊട്ട് മുൻപുള്ള സമയം. ആർ.എസ്.എസ് വോട്ട് വാങ്ങി ജയിച്ചവർ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. നുണപ്രചാരണങ്ങൾക്കുള്ള മറുപടി ചരിത്രവും വസ്തുതകളുമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് 2022 ജൂലൈ 14 നിയമസഭയിൽ മറുപടി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പഴയ ഒരു വീഡിയോയും മുഖ്യമന്ത്രി പങ്കുവച്ചു. 1960-ലെ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഇ.എം.എസിനെതിരെ ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതും 1977-ലെ തെരഞ്ഞെടുപ്പിൽ താൻ ആർ.എസ്.എസിന്റെയോ ജനസംഘത്തിന്റെയോ പിന്തുണയിലില്ല മത്സരിച്ചതെന്നും മുഖ്യമന്ത്രി പങ്കുവച്ച ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എക്കാലത്തും ആർ.എസ്.എസിന്റെ കണ്ണിലെ കരട് സി.പി.എം ആയിരുന്നു. ജനതാ പാർട്ടിയുമായി സഹകരിക്കുമ്പോഴും ആർ.എസ്.എസിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് സി.പി.എം സ്വീകരിച്ചിരുന്നത്. സംഘടനാ കോൺഗ്രസിലായിരുന്ന കെ. സുധാകരൻ പാർട്ടി ലയിച്ചപ്പോൾ പിന്നീട് ജനതാ പാർട്ടിയിലായി. 77-ലെ തെരഞ്ഞെടുപ്പിൽ കെ.ജി. മാരാർ ഉദുമയിൽ മത്സരിച്ചപ്പോൾ കെ. സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്നും മുഖ്യമന്ത്രി പങ്കുവച്ച ആ വീഡിയോയിൽ പറയുന്നു. 1977-ലെ തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.എസ് വോട്ട് വാങ്ങിയാണ് പിണറായി വിജയൻ നിയമസഭയിൽ എത്തിയതെന്നും സതീശൻ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് പഴയ വീഡിയോ പങ്കുവച്ച് ആർ.എസ്.എസ് വോട്ട് വാങ്ങി വിജയിച്ചവർ ആരാണെന്ന് ജനങ്ങൾക്കറിയാം എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്.